മാരുതിയുടെ ഈ EGR-ഉം മാനിഫോൾഡൊക്കെ അയച്ച് ക്ലീൻ ചെയ്യുമ്പോണ്ടല്ലോ അതിനകത്ത് ഒരുപാട് അഴുക്കുണ്ടെങ്കിണ്ടല്ലോ ഈ മെക്കാനിക്കൾക്ക് പൊതുവെ ഒരു ഭയങ്കര സന്തോഷമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരുപാട് അഴുക്ക് നല്ലോണം വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് കയറ്റി പിടിപ്പിച്ചിട്ട് ആ വണ്ടി ഓടിക്കുമ്പോൾ ആ വണ്ടിയുടെ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, അതായത് വണ്ടിക്ക് വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെങ്കിൽ വണ്ടി കാല് കൊടുക്കുമ്പോൾ വണ്ടി പറക്കും. നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോകട്ടോ. അപ്പോൾ വർക്കെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ രാത്രി ആയിരുന്നു. അപ്പോൾ ആഷിക്ക് നമ്മുടെ വർഷപ്പിൽ വേറെ ടെക്നീഷ്യനാണ്, ആഷിക്കാണ് വണ്ടിയുടെ കംപ്ലീറ്റ് വർക്കും ചെയ്തത്. അപ്പോൾ വർക്കെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയപ്പോൾ തന്നെ നല്ല പവറായിരുന്നു വണ്ടി. കാല് കൊടുക്കുമ്പോൾ തന്നെ വണ്ടി ചുമ പാഞ്ഞ് കയറുമായിരുന്നു. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അങ്ങോട്ട് ആസ്വദിച്ച് ഓടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരു പയ്യൻ്റെ വണ്ടിയായിരുന്നു. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, എടാ നാളെ രാവിലെ കൂടി ഒന്ന് കൊണ്ടുവരെ, നമുക്കൊന്ന് പകലും കൂടി ഒന്ന് ഓടിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നല്ലൊരു കണ്ടീഷനായിരുന്നു. അപ്പോൾ അവൻ പകലും വണ്ടി കൊണ്ടുവന്നു. അപ്പോൾ പകലും ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. നല്ല പവറായിരുന്നു. പകൽ ഓടിച്ചപ്പോൾ നല്ല കണ്ടീഷനായിരുന്നു. അപ്പോൾ ഈ ഡീസൽ വണ്ടികളൊക്കെ പൊതുവെ വലിയ കുറവ്, മൈലേജ് ഷോർട്ടേജിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ EGR-ഉം മാനിഫോൾഡും മസ്റ്റായിട്ട് ചെക്ക് ചെയ്യുക. അഴുക്കുണ്ടെങ്കിൽ അയച്ച് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുക. അപ്പോൾ ചില കേസുകളുണ്ട് മാനിഫോൾഡൊക്കെ അയക്കുമ്പോൾ അതിൻ്റെ ബോൾട്ടും കാര്യങ്ങളൊക്കെ ഒടിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ അയച്ച് ക്ലീൻ ചെയ്ത് കയറ്റാൻ പറ്റും. അപ്പോൾ നമ്മുടെ വണ്ടിയിലൊക്കെ അങ്ങനെ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അടുത്തുള്ള വർക്ക്ഷോപ്പുകളൊക്കെ കാണിച്ച് ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. ഈ വണ്ടി നമ്മുടെ വർക്ക്ഷോപ്പിൽ ഒരാഴ്ചത്തോളം കിടന്നു കേട്ടോ. വർക്ക്ഷോപ്പിൽ തിരക്ക് കൂടുതലായതുകൊണ്ട് തന്നെ ഒരാഴ്ച വർക്ക്ഷോപ്പിൽ കിടന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വർക്കെല്ലാം ചെയ്ത് തീർത്ത് കൊടുത്തു വിട്ടത്. അപ്പോൾ ഏകദേശം EGR-ഉം മാനിഫോൾഡൊക്കെ ചെയ്യുന്നത് ഏകദേശം ഒരു 3 രൂപ ലേബറൊക്കെ ഏകദേശം വരും കേട്ടോ. ചെറിയ എന്തെങ്കിലും വ്യത്യാസം വരും, സ്പെയർ കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ എടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ പൈസയിലേക്ക് പോകും. അപ്പോൾ അടുത്തുള്ള വണ്ടികളൊക്കെ സാധാരണ അങ്ങനെ ചെയ്ത് കൊടുത്ത് വിടാറുണ്ട്. അപ്പോൾ ദൂരെ നിന്നൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും. ഇവിടെ ഒന്ന് ചെയ്തിട്ട് പോകുന്ന ടൈം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അടുത്തുള്ള വർക്ക്ഷോപ്പുകളൊക്കെ കാണിച്ച് ഒന്ന് ചെയ്ത് നോക്കുക കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ EGR-ഒക്കെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ മീറ്ററിൽ വാണിംഗ് ലാമ്പ് തെളിയും. അപ്പോൾ വാണിംഗ് ലാമ്പ് തെളിയുന്നതിൻ്റെ റീസൺ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ EGR ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ.